നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറിയക്കുട്ടിയെ കണ്ട സർക്കാരിന് മറുപടി നൽകാനുള്ള നീക്കവുമായി രാജ്ഭവൻ. ഉടനെ തന്നെ ഗവർണർ മറിയക്കുട്ടിയെ കാണുമെന്ന സൂചന. ഇക്കാര്യത്തിൽ ഗവർണർ തീരുമാനം എടുത്തിട്ടില്ല. സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമേ തീരുമാനം എടുക്കൂ എന്നാണ് അറിയുന്നത്. 99% മറിയക്കുട്ടിയെ കാണാനുള്ള സാധ്യത ഏറെയാണെന്നാണ് വ്യക്തമാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സന്ദർശിച്ച മറിയക്കുട്ടിയെ ഏതായാലും ഗവർണർ കൂടി കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറിയക്കുട്ടിയെ കൂടി കണ്ട് കൂടുതൽ ശക്തി പകർന്ന് സർക്കാരിന് കൂടുതൽ മറുപടി നൽകാൻ തന്നെയാണ് രാജ്ഭവന്റെയും നീക്കം. ഭൂമി പതിവ് ഭേദഗതി ബില്ല് ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെതിരെ ഇടുക്കിയിൽ നാളെ ഹർത്താൽ നടക്കാനിരിക്കെ ഗവർണർ എത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ കാര്യം കൂടി കണക്കിലെടുത്താണ് മറിയക്കുട്ടിയെ കാണാനുള്ള തയ്യാറെടുപ്പിൽ കൂടി ഗവർണർ നിൽക്കുന്നത്. അതുകൂടിയാകുമ്പോൾ പൂർണ്ണമായും ഗവർണർ സർക്കാരിനെതിരെ എവിടെയെല്ലാം കളി കളിക്കാൻ പറ്റുമോ അവിടെയെല്ലാം നീക്കങ്ങൾ നടത്തുമെന്നത് വ്യക്തമാണ്. നാളെ 10,000ങ്ങളെ അണിനിരത്തി LDF രാജ്ഭവൻ മാർച്ച് നടത്തുന്നുമുണ്ട്. അതേ ദിവസം തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ ഗവർണറെ ക്ഷണിച്ചത് CPM ഗൗരവത്തോടെയാണ് കാണുന്നത്. CPMനെ പരിഹസിക്കുകയാണ് ഏകോപന സമിതി എന്നതാണ് നിലപാട്. ഏതായാലും ഇടുക്കിയിൽ ഗവർണർ എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നവംബർ 6-നാണ് ഗവർണറെ ക്ഷണിച്ചുകൊണ്ട് ഈ ഏകോപന സമിതി കത്ത് അയച്ചത്. ഡിസംബറിലെ തീയതി നൽകണമെന്നായിരുന്നു അഭ്യർത്ഥിച്ചത്. എങ്കിലും ജനുവരി 2-ാം തീയതിയാണ് ഗവർണറുടെ ഓഫീസിൽ നിന്ന് 9-ന് പങ്കെടുക്കാമെന്ന് അറിയിച്ചത്. ചടങ്ങിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ അംഗങ്ങൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഗവർണർ പങ്കെടുക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ജീവകാരുണ്യ പരിപാടിയെ എതിർക്കുന്നത് ശരിയാണോ എന്നും വ്യാപാരികൾ ചോദിക്കുന്നുമുണ്ട്. പരിപാടിയുമായി മുന്നോട്ടു പോകുന്നതിന് രാജ്ഭവൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ടെന്നാണ് റിപ്പോർട്ട്. ഹർത്താലിന്റെ ഭാഗമായി ഗവർണറെ തടയുന്ന നടപടി ഉണ്ടായാൽ അത് പുതിയ തലത്തിൽ എത്തും. രണ്ടും കൽപ്പിച്ചാണ് ഗവർണർ ഇടുക്കിയിലേക്ക് പോകുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും എവിടെയെല്ലാം അടിക്കാൻ കഴിയുമോ അവിടെയെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെ ആഞ്ഞടിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മറിയക്കുട്ടി. അതുപോലെ തന്നെയാണ് ഗവർണറും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഗവർണർ മറിയക്കുട്ടി കാണുന്ന ദിവസം അത് ഏകദേശം അടുത്തിരിക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും എന്തൊക്കെ പ്രശ്നമുണ്ടായാലും നയപ്രഖ്യാപനത്തിൽ നിന്ന് താൻ വിട്ടുനിൽക്കില്ല എന്നതുകൂടി ഗവർണർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നാളെ ഗവർണറിന്റെ വഴിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതൊരു പക്ഷേ സംസ്ഥാന സർക്കാരിനെ തന്നെ പൂർണ്ണമായി ബാധിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഗവർണർ രാജ്ഭവന്റെ അന്ന് ഇല്ലാത്ത ദിവസം തന്നെയാണ് LDF രാജ്ഭവൻ മാർച്ച് നടത്തുന്നത്. അതിനെതിരെ പ്രതികരിച്ച് അല്ലെങ്കിൽ അതിനെതിരെ ഏറ്റവും നല്ല തിരിച്ചടി എന്നോണം തന്നെയാണ് ഗവർണർ ഇടുക്കിയിലേക്ക് മല കയറാൻ പോകുന്നത്. എന്തായാലും നാളത്തെ ദിവസം അത് നിർണായകമായിരിക്കും. മാത്രമല്ല ഗവർണർ മറിയക്കുട്ടിയെ കൂടി കാണുമ്പോൾ ആ ഒരു ഗവർണർ സർക്കാർ പോര് കൂടുതൽ മുറുകുകയാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല.